മുതൽ മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരെ നിരവധി പ്രവാചകന്മാർ ആ സമൂഹത്തിൽ കടന്നു വന്നു. അവരുടെ കണ്ണുമുന്നിൽ തന്നെ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമായി ഒരുപാട് അനുഗ്രഹങ്ങൾ അവർക്ക് കാണിക്കപ്പെടുകയുണ്ടായി, നൽകപ്പെടുകയുണ്ടായി. ആകാശത്തു നിന്നും മന്നം സൽവരി പറക്കിയത് മുതൽ അവർ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ട നിരവധി അനുഗ്രഹങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട്. എന്നാൽ ഈ അനുഗ്രഹങ്ങളൊക്കെ ലഭിച്ച ഈ സമൂഹത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം പറഞ്ഞത് മുരിബത് അലൈഹിം സില്ലതു വൽ മസ്കന. ഈ ഒരു വിഭാഗം സമൂഹത്തിന് അല്ലാഹു അങ്ങേയറ്റം നിന്ദ്യത, അങ്ങേയറ്റം അധപ്പതനം നൽകി എന്നാണ് ഇവരെ വിശേഷിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ ഇവരെ സംബന്ധിച്ച നീണ്ട ചർച്ച നമുക്ക് കാണാം. ആ നീണ്ട ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വാചകങ്ങളാണ് ശ്രദ്ധേയം. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ബനൂ ഇസ്രായീലിനെ സംബന്ധിച്ച് അവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള അനുഗ്രഹങ്ങളെ സംബന്ധിച്ച്, അവരുടെ രീതിയെ സംബന്ധിച്ച്, അവരിൽ കടന്നു വന്ന പ്രവാചകന്മാരെ സംബന്ധിച്ച് ഒക്കെ ചർച്ച ചെയ്തു വന്നതിന് ശേഷം തൊട്ടുടനെയായി അല്ലാഹു പറയുകയാണ് യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടു. ഏതുപോലെ കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. അഥവാ മുമ്പ് കഴിഞ്ഞു പോയ സമൂഹത്തിന് നോമ്പുണ്ട്. ഇവിടെ പറയപ്പെട്ട ബനൂ ഇസ്രായേൽ സമൂഹം, ആ സമൂഹത്തിനും നോമ്പുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ആ നോമ്പ് കൊണ്ട് രക്ഷപ്പെടാനായില്ല. അവർക്ക് ആ നോമ്പ് കൊണ്ട് അല്ലാഹു ഉദ്ദേശിച്ച പ്രതിഫലം, പ്രയോജനം അവർക്ക് നേടിയെടുക്കുവാൻ ആയില്ല. കാരണം നോമ്പ് എന്നത് ലഅല്ലക്കും തത്തഖൂൻ, തഖ്വ, ജീവിതത്തിൽ സൂക്ഷ്മത നേടിയെടുക്കുവാനുള്ളതായിരുന്നു എന്നതാണ്. ബനൂ ഇസ്രായേലിയർക്ക് ആ നോമ്പ് കൊണ്ട് അവരുടെ ജീവിതത്തിൽ തഖ്വ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചില്ല. ജീവിതത്തിൽ അവർക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകാവസാനം വരെ വരുന്ന വിശ്വാസികളായ ആളുകളുടെ നാവുകളിൽ നിന്ന് അവർക്കെതിരെ പ്രാർത്ഥനയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പടച്ചോനെ, വഴിപിഴച്ചവരുടെ, നിന്റെ കോപത്തിന്റെ ഇരയായവരുടെ മാർഗത്തിൽ നീ ഞങ്ങൾ നയിക്കരുതേ എന്ന് ബനൂ ഇസ്രായേൽ സമൂഹത്തിനെ സംബന്ധിച്ചാണ്, അഥവാ ജൂത ക്രൈസ്തവരെ സംബന്ധിച്ചാണ് ആ ആയത്ത് തഫ്സീറിന്റെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, അവരെ പോലത്തെ നോമ്പുകാരാകരുത് നാം. അവരെ പോലത്തെ നോമ്പുകാരാകരുത്. ഒരുപാട് റമദാനുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഒരുപാട് റമദാനുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട്. ഇനി വരുന്ന റമദാൻ അതൊരു മാറ്റത്തിൻ്റെതാകണം. വിശുദ്ധ റമദാൻ നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകുകയാണ് എങ്കിൽ ഞങ്ങളും അടുത്ത വെള്ളിയാഴ്ച ഈ പള്ളിയിൽ ഹാജരാകുന്നത് നോമ്പുകാരായി കൊണ്ടായിരിക്കും. അതിനുവേണ്ടി നാം തയ്യാറാകണം. ആ നോമ്പിന് വേണ്ടി തയ്യാറെടുപ്പ് പ്രിയമുള്ളവരെ ഉണ്ടാകണം. ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞ ബനൂ ഇസ്രായേൽ സമൂഹത്തിന് നേടാൻ സാധിക്കാതെ പോയ ആ അനുഗ്രഹം, അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കണം. നാം തയ്യാറാകേണ്ടത് എങ്ങനെയാണ്? ഒന്നാമതായി നാം തയ്യാറാകേണ്ടത് തഖ്വയോടുകൂടിയാകണം. തഖ്വ നേടിയെടുത്തുകൊണ്ടാകണം. അതാണ് ഞാൻ പറഞ്ഞത് തുടക്കത്തിലെ ഒരു മാറ്റത്തിൻ്റെതാകണം ഈ റമദാൻ. നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിച്ചാൽ പോരാ. നമ്മുടെ വീടും നമ്മുടെ റൂമും നമ്മുടെ ബാക്കിയുള്ള സ്ഥലങ്ങളും ഇതൊന്നും ശുദ്ധീകരിച്ചാൽ മാത്രം പോരാ. നമ്മുടെ ഉള്ളും ശുദ്ധമായി തീരണം. ഉള്ളു ശുദ്ധീകരിച്ചെടുക്കണം റമദാന് വേണ്ടിയിട്ട്. ആ ഉള്ളു ശുദ്ധീകരിച്ചെടുക്കുമ്പോൾ മാത്രമേ
നമ്മുടെ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോവുകയുള്ളൂ. റമദാന്റെ പ്രത്യേകത നാം മറന്നുപോകരുത്. എന്താണ് റമദാന്റെ പ്രത്യേകത? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅദൽ മിൻബർ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻബറിലേക്ക് കയറി. ഫഖാല ആമീൻ ആമീൻ ആമീൻ, 3 പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് ആമീൻ പറഞ്ഞു. ഫലമ്മാ നസില, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻബറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സുഇല അൻ സാലിക്, അതിനെ സംബന്ധിച്ച് ചോദിക്കപ്പെടുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, അതാനി ജിബ്രീൽ, എൻ്റെ അടുത്ത് ജിബ്രീൽ വന്നിട്ടുണ്ടായിരുന്നു. ഫഖാല, എന്നിട്ട് ജിബ്രീൽ ഒരു പ്രാർത്ഥന നടത്തി. ജിബ്രീൽ പറഞ്ഞു, റഗിമ അൻഫും റിഇൻ അദ്റക റമളാൻ ഫലം യഗ്ഫർ ലഹു, വിശുദ്ധ റമദാൻ എത്തിയിട്ടും ആരുടെയെങ്കിലും പാപങ്ങൾ മോചിപ്പിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ, പാപങ്ങളിൽ നിന്നും സുരക്ഷിതനായില്ല എങ്കിൽ, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ, ആ മനുഷ്യന്റെ മൂക്ക് മണ്ണോട് ചേരട്ടെ. മൂക്ക് മണ്ണോട് ചേരട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ നാശമടയട്ടെ എന്നാണ്. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഖുൽ ആമീൻ, മുഹമ്മദേ ആമീൻ പറഞ്ഞോ, നബിയെ ആമീൻ പറഞ്ഞോ. ഫഖുൽതു ആമീൻ, അപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തത് ജിബ്രീലാണ്. ആമീൻ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ്. ഒരു മാറ്റം ഉണ്ടാവില്ല, ഇജാബത്തിന്റേതാണ് അത് എന്നതിൽ. പ്രിയമുള്ളവരെ, റമദാനിലെ നമ്മുടെ പ്രത്യേക ഇബാദത്ത്, പ്രത്യേകമായ നമ്മുടെ ഇബാദത്ത് 3 കാര്യങ്ങളാണല്ലോ ചെയ്യാറുള്ളത് പ്രത്യേകമായിട്ട്. അതിലൊന്ന് നോമ്പാണ്, 2 ഖിയാമുൽ ലൈലാണ്. പ്രത്യേകമായി റമദാനിൽ തറാവീഹ് എന്നുള്ള പേരിൽ നാം നിർവഹിക്കുന്നു ജമാഅത്തായിട്ട്. 3ാമതായി ലൈലത്തുൽ ഖദർ നാം പ്രതീക്ഷിക്കലാണ്. ഈ 3 സംഗതികൾ അടങ്ങിയതാണല്ലോ റമദാൻ മാസം എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ സ്വമ റമദാന ഈമാനൻ വഹ്തിസാബ ഗഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും റമദാനിൽ വിശ്വാസത്തോടുകൂടെ പ്രതിഫലം ലഭിക്കുമെന്ന ആഗ്രഹത്തോടുകൂടെ നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ അവന്റെ മുന്നിൽ കഴിഞ്ഞു പോയ പാപങ്ങൾ പൊറുക്കപ്പെട്ടു. 1. 2, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബ ഗഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും റമദാനിൽ വിശ്വാസത്തോടുകൂടെ പ്രതിഫലം ലഭിക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ നിന്ന് നമസ്കരിക്കുകയാണെങ്കിൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു. 3ാമത്തെ ഇബാദത്ത്, മൻ ഖാമ ലൈലത്തുൽ ഖദർ, ആരെങ്കിലും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നിന്നാൽ ഗഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ വെച്ച് പറഞ്ഞത് റമദാൻ പാപങ്ങൾ പൊറുക്കപ്പെടേണ്ട മാസം എന്നാണ്. പ്രിയമുള്ളവരെ, റമദാനിന്റെ ആകെ തുക നാം എടുത്തു നോക്കിയാൽ നമുക്കത് മനസ്സിലാകും, അത് പാപമോചനം ആണ്. ആ പാപമോചനം നമുക്ക് കിട്ടണമെങ്കിൽ, ലഭിക്കണമെങ്കിൽ നമ്മൾ തഖ്വയുള്ളവരായി തീരണം. തഖ്വയുള്ളവരായി തീർന്നാൽ മാത്രമേ പാപമോചനം ലഭിക്കുകയുള്ളൂ. ആരാ മുത്തഖി? ആരാണ് തഖ്വയുള്ളവർ? മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ്, 2ാം ഉമർ എന്ന ചരിത്രം രേഖപ്പെടുത്തിയ ഉമർ ബിൻ അബ്ദുൽ അസീസ് രേഖപ്പെടുത്തുന്നു, അത്തഖി മുലജ്ജൽ ലാ യഫ്അൽ കുല്ലമാ യുരീദ്. തഖ്വയുള്ളവൻ എന്ന് പറയുന്നത് കടിഞ്ഞാണുള്ളവനാണ്. കടിഞ്ഞാണുള്ളവനാണ്. ഒരു കുതിരയെ നിയന്ത്രിക്കുന്നത് അതിന്റെ കടിഞ്ഞാൻ പിടിച്ചുകൊണ്ടാണ്. ആ കടിഞ്ഞാൻ പിടിക്കുമ്പോ കുതിര അവൻ ഉദ്ദേശിക്കുന്ന ഭാഗത്ത് നിൽക്കും. അതുപോലെ തഖ്വ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ കടിഞ്ഞാനാണ്. ഒരുപാട് നിഷിദ്ധമായ അല്ലെങ്കിൽ ഒരുപാട് പ്രലോഭിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടാകും. لا يفعل كل ما يريد, لا يفعل كل ما يريد. ഉദ്ദേശിക്കുന്നതൊക്കെ ചെയ്യാൻ ആർക്കും കഴിയില്ല. തഖ്വയുള്ളവന് അവന്റെ മുന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവന്റെ താല്പര്യങ്ങൾക്ക്, അവന്റെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ, ജീവിതത്തിൽ ആനന്ദം കിട്ടുന്ന, ജീവിതത്തിൽ സുഖം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെയൊക്കെ തഖ്വയാകുന്ന കടിഞ്ഞാൻ കൊണ്ട് അവൻ പിടിച്ചു നിർത്തും.
അവൻ ഉദ്ദേശിക്കുന്നതെല്ലാം അവൻ ചെയ്യുകയില്ല എന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ജീവിതത്തെ നിയന്ത്രിച്ച് പിടിച്ച് നിർത്തുന്നവനാണ് അവന്റെ ജീവിതത്തിൽ തഖ്വ നേടിയെടുക്കുന്നവൻ. ആ തഖ്വ നേടിയെടുക്കാൻ പ്രത്യേകമായിട്ട് റമദാൻ മാസത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. റമദാനിൽ പ്രത്യേകിച്ച് നമ്മുടെ 3 ദ്വാരങ്ങളെ സൂക്ഷിക്കുക. 3 ദ്വാരങ്ങൾ. അതിൽ ഒന്ന് നമ്മുടെ കാതുകളാണ്. കാതുകൾ ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹു പറഞ്ഞത് സമീഅൻ ബശീറാന. ഒന്ന് നിങ്ങളുടെ കാത്, 2 നിങ്ങളുടെ കാഴ്ച. ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് കേൾവിയാണ്, പിന്നീടാണ് കാഴ്ച. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു നിങ്ങളുടെ കേൾവി, കാതുകളെ ശ്രദ്ധിക്കണം, കാതുകളെ സൂക്ഷിക്കുക. ബസീർ, കണ്ണുകളെ സൂക്ഷിക്കണം. അതുപോലെ മൂന്നാമതായി നമ്മുടെ തൊള്ളയും, നാവ്, വായ, ഇതിനെ നമ്മൾ സൂക്ഷിക്കണം. ഈ 3 അവയവങ്ങളെ നാം സൂക്ഷിച്ചാൽ തന്നെ നമുക്ക് തഖ്വയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. കാരണം നമ്മൾ എപ്പോഴും ടൈം പാസ്സായി, ടൈം പാസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് എന്തെങ്കിലും കേൾക്കുകയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കാണുകയായിരിക്കും, അതുമല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കുന്നതായിരിക്കും. ഈ മൂന്ന് ദ്വാരങ്ങളിലൂടെയാണ് മനുഷ്യന്റെ തഖ്വ നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലം യദഅ ഖൗല അസ്സൂർ വൽ അമല ബി വലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ ത്വആമഹു വശറബ. ഒരാള് മോശം വാക്കുകൾ, മോശം പ്രവർത്തികൾ അത് ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജ, അല്ലാഹു ഒരാവശ്യമില്ല, പടച്ചവന് ഒരാവശ്യവുമില്ല. അവൻ വെള്ളവും ഭക്ഷണവും ഉപേക്ഷിക്കുന്നതിൽ, വെള്ളവും ഭക്ഷണവും ഉപേക്ഷിച്ചുകൊണ്ട് ശരീരത്തെ ഒന്ന് ക്ഷീണിപ്പിച്ചെടുക്കലല്ല നോമ്പ്. അതല്ല പടച്ചവന് ആവശ്യവും. എന്റെ ആവശ്യം പടച്ചവൻ ഇല്ല എന്നാ പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയോഗം റുബ്ബസായി, എത്ര നോമ്പുകാരാണ്, എത്ര നോമ്പുകാരാണ്. ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ല, ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല അൽജു, ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ല അൽജു. അവന്റെ നോമ്പ് കൊണ്ട് അവൻ പട്ടിണിയല്ലാതെ മറ്റൊന്നും കിട്ടുന്നില്ല. എത്ര നിന്ന് നിസ്കരിക്കുന്ന ആളുകൾ, അവൻ അങ്ങനെ നിന്ന് നിസ്കരിച്ചത് കൊണ്ട് അവന്റെ ഉറക്കം നഷ്ടപ്പെട്ടു എന്നതല്ലാതെ മറ്റെന്ത് നേട്ടമാണ് അവനെ കിട്ടുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മിപ്പിക്കുകയാണ്. എന്തുകൊണ്ട് റമദാനിലൂടെ നാം നേടിയെടുക്കേണ്ട തഖ്വ, ബനൂ ഇസ്രായേൽ സമൂഹത്തിന് നഷ്ടപ്പെട്ടു പോയ തഖ്വ, ആ തഖ്വ നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അത് നേടിയെടുക്കാൻ പറ്റില്ലേ? നമ്മുടെ കണ്ണുകളെയും നമ്മുടെ നാവിനെയും നമ്മുടെ കാതിനെയും നമ്മുടെ മറ്റ് അവയവങ്ങളെയും ശ്രദ്ധിക്കാൻ നമുക്ക് സാധിച്ചില്ലേ? പിന്നെ നമ്മുടെ ഈ നോമ്പ് കൊണ്ട്, പ്രത്യേകം പട്ടിണി കിടന്നുകൊണ്ട് ഒരു കാര്യവുമില്ല എന്നതാണ്. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ റമദാന്റെ പ്രത്യേകത. എന്താ വിശുദ്ധ റമദാന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? വിശുദ്ധ റമദാനിന് ഒരൊറ്റ പ്രത്യേകതയുണ്ട്. അത് വലിയ പ്രത്യേകതയാണ്. ആ പ്രത്യേകത ഞാൻ തുടക്കത്തിലൂടെ ഓതിയായിട്ട് മുഴുവൻ ഓതി വിശദീകരിക്കാനുള്ള സമയമില്ല. നിങ്ങൾ വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിക്കൂ. സൂറത്തുൽ ബഖറയുടെ 185-ാമത്തെ വചനം അല്ലാഹു പറഞ്ഞു, ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ്. മാനവ സമൂഹത്തിന് സന്മാർഗമായി വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണത്. എന്താ റമദാന്റെ പ്രത്യേകത? റമദാന്റെ പ്രത്യേകത ഖുർആനാണ്, മറ്റൊന്നുമല്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
എങ്ങനെ മുഹമ്മദ് റസൂലുള്ളാഹി? അത് ഖുർആൻ കൊണ്ടാ റസൂലുള്ളാഹിയത്. ജിബ്രീൽ അലൈഹിസ്സലാം റൂഹുൽ അമീൻ എന്നാ പറയുന്നത്. നസല ബിഹിർ